എന്നിട്ട് നമ്മളെ വീഡിയോയിൽ പറയുന്നത് ഇതേപോലെയൊക്കെ ഫോട്ടോ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്തെടുക്കുക എന്നാണ്. ജസ്റ്റ് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തെടുത്താൽ മതി. അത് നല്ല ഫോട്ടോ ഒന്നും വേണമെന്നൊന്നുമില്ല. ഒരു നിലത്ത് വെച്ചിട്ടൊരു ഫോട്ടോ ജസ്റ്റ് എടുത്താലും മതി കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് ഫോട്ടോ നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ജനറേറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല, ഒറ്റ ക്ലിക്ക് മതി. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഫുൾ വീഡിയോയിലിട്ട് പോകട്ടോ. ഇതിൻ്റെ പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ലോങ് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കിയാൽ മതി. ഓരോന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ലോങ് വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇതിൽ തന്നെ നമുക്കൊരു ക്ലോത്ത് നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ക്ലോത്ത് കൊണ്ട് ഒരു ഡ്രസ്സ് അടിക്കാൻ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ച ക്ലോത്തിൽ ആ ഒരു മോഡൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് കാണാൻ വേണ്ടി നമുക്ക് പറ്റും. അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട് കേട്ടോ. ഇനി അതല്ല നമുക്കൊരു ക്ലോത്തിൻ്റെ ഫോട്ടോ ഇതിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള മോഡൽ ഇതിൽ ഇതേപോലെ പ്രോംപ്റ്റ് ആയിട്ട് കൊടുത്താൽ അതും നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. പിന്നെ ഇതിൽ തന്നെ നമുക്ക് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പറ്റും. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ലോങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടാൽ മതി. ഇതിൻ്റെ ഫുൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായോ ഇല്ലയോ എന്നൊക്കെ ഇതിന് കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം.